കോതമംഗലത്തെ 23-കാരുടെ ആത്മഹത്യയിൽ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന പെൺകുട്ടിയുടെ കുടുംബം. അന്വേഷണം അട്ടിമറിക്കാൻ ആദ്യം മുതൽ തന്നെ കോതമംഗലം പോലീസ് ശ്രമിച്ചിരുന്നു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ലവ് ജിഹാദ് അല്ലെന്നാണ് കോതമംഗലം പോലീസിന്റെ കുറ്റപത്രം. എന്നാൽ തന്നെ നിർബന്ധിച്ച് മതം മാറ്റാൻ ആൺസുഹൃത്തായ പാനായിക്കുളം സ്വദേശി റമീസും വീട്ടുകാരും ചേർന്ന് ശ്രമിച്ചതായും ഇതിന്റെ പേരിൽ ശാരീരിക ഉപദ്രവം പോലും ഏൽക്കേണ്ടി വന്നതായും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. റമീസിന്റെ വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റ വിവരം പെൺകുട്ടി കൂട്ടുകാരിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഇക്കാര്യം കൂട്ടുകാരി മൊഴി നൽകിയെങ്കിലും പോലീസ് അത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. ഫോൺ കോളുകളടക്കം അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ഫോൺ കോളുകളിലെ ശബ്ദം പെൺകുട്ടിയുടേതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിന് ഇല്ല എന്നായിരുന്നു കോതമംഗലം പോലീസ് പറഞ്ഞതെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. കോതമംഗലം പോലീസ് ആദ്യം മുതൽ തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തത്. ലവ് ജിഹാദാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കാട്ടി കോതമംഗലം പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. എന്നാൽ 2 ദിവസത്തിനു ശേഷം ഈ പരാതി ക്ലോസ് ചെയ്തതായി മെസ്സേജ് വന്നതായും സഹോദരൻ പറയുന്നു. കേസിൽ പോലീസ് എന്തൊക്കെയോ മൂടിവെക്കാൻ ശ്രമിക്കുന്നതായും ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നും കുടുംബം ആരോപിക്കുന്നു. കേസിൽ കുടുംബത്തിന് എല്ലാ നിയമസഹായവും നൽകുമെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.